വെൽക്കം ബാക്ക്. നല്ല ബീൻസ് തോരനാണ് വെച്ചിരിക്കുന്നത്. നല്ല ഗ്രീൻ ബീൻസ് തോരൻ. ഞാൻ വെച്ചത് ഗ്രീൻ അല്ല, പർപ്പിളാണ്. അതാണ് അതിനകത്തെ മാജിക്ക് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, പർപ്പിൾ ബീൻസ്. ഇവിടെ ഒരു 13 കാണുമായിരിക്കും. നല്ല നീളം കണ്ടോ അതിൻ്റെ, നല്ല നീളമാണ്. അതുപോലെ തന്നെ ഇത് കായ്ക്കുന്നത് കണ്ടോ, കൊലയായിട്ടാണ് കായ്ക്കുന്നത്. കാണിച്ചു തരാവേ. അപ്പോൾ വേറെ നോക്കട്ടെ, ഇത് നീളമുള്ള അത് കണ്ടോ, കൊലയായിട്ടാണ് വരുന്നത്. എന്നിട്ട് ബീൻസ് എല്ലാം ഇങ്ങനെയല്ലല്ലോ വരുന്നത്. അതുപോലെ തന്നെ നല്ല നീളമാണിത്, സൈസ് വലുത്. നമ്മളോട്ട് ഇപ്പുറത്തിൽ പൊലിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അറ്റൻഷൻ കുറഞ്ഞുകൊണ്ടാണ് കുറേയൊക്കെ മൂത്ത് പോയി. അപ്പം പാകമായത് നോക്കി പറിച്ചെടുത്തു. അപ്പോൾ നമുക്ക് എന്തേരം ഉണ്ടെന്ന് നോക്കാം. ഈ 5-8 മൂട് വേണം. ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ. പ്ലാവും തൈ 3-4 വർഷമായി ചക്ക കായ്ക്കുന്നത് നോക്കിയിരിക്കുക. അതിൻ്റെ ചുവട് കണ്ടോ, അത് ബ്ലാങ്കറ്റ് പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ട് വെച്ചിരിക്കുക. വിൻ്റർ ആകുമ്പോൾ അതിനെ പ്രിസർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കരിഞ്ഞു പോകും. പിന്നെ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. അങ്ങ് ഒരു ആകാശം വരെ എത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. ഒരു ഫ്രൂട്ട് കിട്ടി, നല്ല സ്വീറ്റായിരുന്നു. പിന്നെ പൂക്കുന്നേ ഉള്ളൂ, കായ്ക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അതാണ് നമ്മളുടെ പർപ്പിൾ ബീൻസ്. ഇതിനടുത്തുണ്ടോ നല്ല കൊലയായിട്ട് കായ്ക്കുന്നതല്ല, നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമായി ഇത് കാണാൻ. മറ്റ് ബീൻസിനെ അപേക്ഷിച്ച് ഇത് കാണാൻ ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ആപ്പിളുണ്ട്, ഇവിടെ 2 ആപ്പിളുണ്ട്. ഇത് മെയിൻ ആപ്പിൾ, നിറച്ച് കായ്ക്കുന്ന ആപ്പിളാണ്. എന്താണെന്ന് അറിയില്ല, ഇതിനകത്തുനിന്ന് കംപ്ലീറ്റ് എല്ലാം പൊഴിഞ്ഞു പോവുക. ഇവിടെ ആർക്കും ആപ്പിൾ വേണ്ടതാനും ഉണ്ടോ. ഇതെല്ലാം പൊഴിഞ്ഞു പോകുന്നത്. അണ്ണാൻ വരുന്നതോ കിളികളൊക്കെ കൊത്തുമ്പോഴായിരിക്കും. അത് തന്നെത്താൻ ഒത്തിരി പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ ചോട്ടിക്കൂടെ പോയപ്പോൾ 3-4 എണ്ണം ഞാൻ നടന്നു പോയപ്പോൾ കൊണ്ടിട്ട് പോയി. അത് ഞാൻ എടുത്തു. അതായിരിക്കുന്ന ആപ്പിൾ ഉണ്ട്. അപ്പോൾ ഇത്രയത്തിൽ നിന്ന് പറിച്ചത് ഈ 2 ബാസ്ക്കറ്റ് നിറച്ച് കിട്ടി, ബേസിൻ നിറച്ച് കിട്ടി. അപ്പോൾ ഇത് മറ്റേ ആപ്പിളെ, വേറൊരു ആപ്പിളുണ്ട് കേട്ടോ, ചെറിയതാണ്. ഇത് സ്വിറ്റ്സർലൻഡിലെ ടൈപ്പ് ആപ്പിളാണ്. നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. മോർ ക്രഞ്ചി ആയിട്ടുള്ള. ഇതിപ്പം 2 കൈ നിറച്ചുണ്ടെങ്കിൽ നമുക്ക് 2 നേരം കഴിക്കാനുള്ള തോരനുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ട്. ഇത് ഇനി ആർക്കെല്ലോ കൊടുക്കണം ഞങ്ങൾക്കിവിടെ. അപ്പോൾ ഈ കാണിക്കുക, ഈ 3-4 മൂടുണ്ട് ഇവിടെ. പിന്നെ അവിടെ 2 മൂടുണ്ട്. ആപ്പിളിൻ്റെ അവിടെ 2 മൂടുണ്ട്. പിന്നെ ഈ തേനീച്ചക്കൂടിൻ്റെ അവിടെ ഉണ്ടോ ഒന്ന്, ഇവിടെ ഒരു 3-4 എണ്ണം ഉണ്ട്. ഇത്രത്തിൽ നിന്ന് പറിച്ചതാണ് അത്രയും. അപ്പം നല്ലപോലെ വിളവില്ല ഇതിന്, നല്ലതാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് തോരൻ വെക്കാൻ വെച്ചു. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് തോരൻ വെക്കാം. ഞാൻ തോരൻ വെക്കുന്ന രീതി ആണ്. അപ്പോൾ അധികം വേവിക്കാറില്ല, 3/4 വേവിച്ചേ എടുക്കാറുള്ളൂ. അപ്പോൾ ആ ക്രഞ്ചിൽ നിന്നുണ്ടാകും. ഈ പച്ചമുളക് കണ്ടോ, ഇതും പറമ്പിലെ പച്ചമുളക്. അതിൻ്റെ നീളം കണ്ടോ, എൻ്റെ വിരലിൻ്റെ ഡബിളുണ്ട്. അത് എരിവില്ലാത്തതാണ്, മീഡിയം എരിവ്. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകിട്ടു, കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ മുഴുവൻ പൊട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം. ഉള്ളി ഇഞ്ചി ഇട്ടു. അതൊരു ഹാഫ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇതിടാം. ഇപ്പം കണ്ടോണോ, ഈ പർപ്പിളായിട്ടുള്ള ബീൻസ് തോരൻ വെച്ച് കഴിയുമ്പോൾ പച്ചയായിട്ടിരിക്കുന്ന. അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു, നമ്മൾ പറയത്തില്ലായിരുന്നു. അവർ കളറടിച്ചതാണ്. അവർ കളറടിച്ച് വെച്ചിരുന്നത്. ഇത് പർപ്പിളൊന്നുമില്ല, ഇത് പച്ച ബീൻസ് തന്നെയായിരുന്നു. പക്ഷെ കളറടിച്ചല്ല കേട്ടോ, അങ്ങനത്തെ ബീൻസും വരും. ഞാൻ ഇച്ചിരി കറി ലീവ്സ് ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനൊരു പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് ഇതിടാം. ഞാൻ ആ പച്ചമുളകിനെ സ്ലൈസ് ചെയ്താണ് ഇട്ട്, ഞാൻ അരിഞ്ഞില്ല. എനിക്ക് എരിവ് കടിക്കുന്ന ഇഷ്ടമില്ല. അധികം എരിവില്ല ഇതിന്, മീഡിയം. പിഞ്ചാണെങ്കിൽ എരിവ് ഒത്തിരി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. അല്ലെങ്കിൽ ഇതിന് 1 എടുക്കത്തുള്ളൂ, റെഗുലർ എരിവുള്ളതാണെങ്കിൽ. അപ്പോൾ ഒരു ഹാഫ് വേവായി. തേങ്ങ ഇട്ടു. തേങ്ങ ഫ്രോസൺ തേങ്ങയാണ്, ഇത് ചൂടാക്കിയിട്ടിട്ടു. അപ്പോൾ ഞാൻ പണ്ടത്തെ റൂൾ അനുസരിച്ചാണ് പോകുന്നത് കേട്ടോ. ഒത്തിരി തേങ്ങ ആരോഗ്യത്തിന് നല്ലതല്ലെന്നുള്ള ഇതിൽ ഇത്ര തേങ്ങ എടുത്തുള്ളൂ. ഒത്തിരി തേങ്ങ എനിക്ക് തോരനകത്ത് ഇഷ്ടം. പുട്ടിനകത്ത് ഒത്തിരി തേങ്ങ ഇഷ്ടമാണ് കേട്ടോ. പുട്ടിനകത്ത് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കൺസെപ്റ്റ് അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഏറെ തേങ്ങ വേണമെന്ന്. കണ്ടോ, എൻ്റെ പർപ്പിൾ എന്ത് ചെയ്യുക, അത് ഉള്ളിയാണ്. ഞാനും ഓർത്തത് എന്ത് ചെയ്യുക, എൻ്റെ പർപ്പിൾ കളർ എല്ലാം പോയി, കംപ്ലീറ്റ്ലി ഗ്രീനായി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കായിരുന്നു, അയാളെ വെറുതെ പള്ളു പറഞ്ഞേനെ അല്ലേ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് അല്പം ജീരകപ്പൊടിയും ഇടാം. ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ടിരുന്നു, ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ബീൻസ് തോരൻ നല്ല റെഡിയാണ്, നല്ല ടേസ്റ്റാണ്. അല്പം കറി ലീവ്സ് ഇട്ടു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരും, നല്ലൊരു ഫ്രാഗ്രൻസിന് വേണ്ടി. അപ്പം നല്ല ബീൻസ്, പർപ്പിൾ ബീൻസ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും മേടിച്ച് തോരൻ വെക്കണം. നല്ലതാണ്, നല്ല ടേസ്റ്റി. അധികം വേവിക്കാതെ എടുക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. Thank you.